ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2025 അവസാനിക്കാൻ പോകുന്നു. 2026 തുടങ്ങാൻ പോകുന്നു. നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളിൽ പലരും നിരാശയുടെ കുഴിയിൽ വീണ് കിടക്കുകയാണ്. അതായത് പലപ്പോഴും നമ്മൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, നമുക്ക് മുമ്പോട്ട് പോകാനുള്ള പല വഴികളും അടഞ്ഞിരിക്കുന്നു എന്നുള്ള തോന്നൽ നമുക്ക് പലരിലും ഉണ്ടാകാറുണ്ട്. ഇനി നമ്മൾ എന്തു ചെയ്യും? എനിക്ക് നന്നായി പഠിക്കാൻ സാധിച്ചില്ല, എനിക്കൊരു നല്ല ജോലി അത് ലഭിക്കുവാൻ സാധിച്ചില്ല, നല്ല ഒരു വിവാഹ ജീവിതം അതെനിക്ക് കിട്ടിയില്ല, നല്ലൊരു കുടുംബ അന്തരീക്ഷം അതെനിക്ക് കിട്ടിയില്ല, ആരോഗ്യം കിട്ടിയില്ല, ശരിയായ തീരുമാനങ്ങൾ ശരിയായ സമയത്ത് എനിക്ക് എടുക്കുവാൻ സാധിച്ചില്ല, അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ വളരെയധികം ബുദ്ധിമുട്ടുന്നു. ഇനി എന്തു ചെയ്യാൻ പറ്റും? ഒന്നും എനിക്ക് സാധിച്ചില്ല, അതുകൊണ്ട് ഇനി എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് ഉന്തിയും തള്ളിയുമൊക്കെ പോകണം. ഇങ്ങനെ ചിന്തിക്കുന്ന ധാരാളം മനുഷ്യരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 2025 വരെ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചുവോ അതൊക്കെ സംഭവിച്ചു കൊള്ളട്ടെ. പക്ഷേ 2026 എന്ന വർഷം നമ്മൾ തീരുമാനിക്കുക, ഈ വർഷം നമുക്ക് വേണ്ടി ഉള്ളതാണ്. എങ്ങനെയാണ് ആ വർഷം നമ്മൾ വളരെ മനോഹരമാക്കി തീർക്കാനായിട്ട് പോകുന്നത്? അതിനായിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മളിനി പറയാനായിട്ട് പോകുന്നത്. ആദ്യം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ മനസ്സിനെ നമ്മൾ ഇനി ഈ 2026 അത് എനിക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കണം. നമുക്ക് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലത്തിൽ നമുക്ക് പല തീരുമാനങ്ങളും ശരിയായി എടുക്കാൻ സാധിക്കാഞ്ഞതുകൊണ്ട് നമ്മളൊരു ബുദ്ധിമുട്ടിൽ ചെന്ന് പെട്ടിരിക്കുകയായിരിക്കും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, അതായത് ഒരിക്കലും പരിഹരിക്കാൻ നമുക്ക് അത്ര എളുപ്പത്തിൽ പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നമാണ് നമ്മുടെ വിവാഹ ജീവിതം. ശരിയായ ഒരു വിവാഹ ബന്ധത്തിൽ നമ്മൾ ഏർപ്പെട്ടില്ല, അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ട് താനും. പെട്ടെന്നൊന്നും നമുക്ക് അത് ശരിയാക്കി എടുക്കുവാനോ അതിൽ നിന്നും പുറത്ത് കടക്കുവാനോ ഒന്നും തന്നെ സാധിക്കുകയില്ല. പക്ഷേ ആ പ്രതികൂല സാഹചര്യത്തിൽ നിന്നുകൊണ്ട് എങ്ങനെ നമുക്ക് സന്തോഷകരമായിരിക്കാം, എങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾ ഒക്കെ നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റും. അതല്ലെങ്കിൽ നമ്മൾ ഇത്രയും കാലം വളരെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിയിരിക്കുകയാണ്, ആരോഗ്യം നമ്മുടെ വളരെ മോശമാണ്, ഇങ്ങനെയുള്ള പല പല ബുദ്ധിമുട്ടുകൾ. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറി നമുക്ക് എങ്ങനെ സന്തോഷകരമായി നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ച് മുമ്പോട്ട് പോകാം, അതൊക്കെയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ അവസാനം വരെ കേൾക്കണം. ആദ്യമായി നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തണം. നമുക്കൊരുപാട് പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങളെല്ലാം അടുത്ത വർഷം മാറും, അല്ലെങ്കിൽ മാറ്റിയെടുക്കാൻ എനിക്ക് സാധിക്കും എന്ന് ആദ്യം തന്നെ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് നമ്മൾ വിശ്വസിപ്പിക്കുക. ഒരു ധൈര്യം നമ്മുടെ മനസ്സിന് ഉണ്ടാക്കി കൊടുക്കുക. അതാണ് ആദ്യമായി വേണ്ടത്. ആശങ്കകൾ അകറ്റുക. സ്ഥിരമായി നാമം ജപിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നാമജപം എപ്പോഴും നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ബലപ്പെടുത്തും. നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനായി ശ്രമിക്കുക. ഉദാഹരണമായിട്ട് നമ്മൾ അടുക്കളയിൽ ജോലി ചെയ്യുന്നു, നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഭഗവാന്റെ പാട്ടുകളൊക്കെ കേൾക്കാനായിട്ട്, ഭജനകളൊക്കെ കേൾക്കാനായിട്ട് ശ്രദ്ധിക്കുക. എപ്പോഴും ഭഗവാന്റെ കഥകളും ഭഗവാന്റെ ഭജനകളുമൊക്കെ കേൾക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതാണ് ആദ്യത്തെ ഒരു സ്റ്റെപ്പ്. അതങ്ങനെ സ്ഥിരമായി നമ്മൾ ചെയ്തു വരുമ്പോൾ നമ്മുടെ മനസ്സിനും ശരീരത്തിനുമൊക്കെ ഒരു ബലം നമുക്ക് കിട്ടും. രണ്ടാമത്തെ കാര്യം,
നമ്മളോട് നെഗറ്റീവ് പറയുന്ന ആളുകൾ, നമ്മളെ നിരന്തരം മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കുന്ന ആളുകൾ, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നമ്മുടെ മനസ്സുകൊണ്ട് ഒഴിവാക്കുക. നമ്മുടെ വീട്ടിലുള്ള ആളുകളാണെങ്കിൽ ശരീരം കൊണ്ട് നമുക്ക് അവരെ ഒഴിവാക്കുവാൻ സാധിക്കുകയില്ല. പക്ഷേ അവരുടെ വാക്കുകൾ നമ്മളങ്ങ് മറന്നു കളയണം. നമ്മളതിനെ അവഗണിക്കണം. അവർക്ക് ദൈവം അതിനുള്ള ബുദ്ധി കൊടുത്തിട്ടില്ല, കഷ്ടം. അങ്ങനെ മനസ്സിനെ അങ്ങ് ശീലിപ്പിക്കണം. എന്ത് ചെയ്യാനാ? അവർക്ക് ദൈവം അതിനുള്ള ബുദ്ധി കൊടുത്തിട്ടില്ല. നേർവഴി അതിനുള്ള ആ ഒരു ബുദ്ധി അവർക്ക് കൊടുത്തിട്ടില്ല. അവർക്കത് കാണാൻ സാധിക്കുന്നില്ല. അങ്ങനെ കരുതി അവരുടെ വാക്കുകളെ അവഗണിക്കണം. എന്നിട്ട് നമ്മുടെ മനസ്സിനെ നമ്മളിങ്ങനെ ശക്തിപ്പെടുത്തി വെക്കണം. മൂന്നാമത്തെ കാര്യം എന്താണ്? നമ്മൾ അതിരാവിലെ എഴുന്നേൽക്കാനായിട്ട്, പരമാവധി അതിരാവിലെ എഴുന്നേൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ എന്തൊക്കെ നാമജപങ്ങൾ ചെയ്യുന്നുണ്ടോ, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ നമുക്ക് വേണ്ടിയിട്ട്, ആ കാര്യമൊക്കെ വളരെ രഹസ്യമായി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മറ്റുള്ള ആളുകളോടൊന്നും അതൊന്നും പറയേണ്ടെന്ന് ആവശ്യമില്ല. നിങ്ങൾ അതിരാവിലെ എഴുന്നേൽക്കണം. അതായത് ഒരു 3 മണി അല്ലെങ്കിൽ ഒരു 4 മണി സമയത്തൊക്കെ എഴുന്നേറ്റിട്ട് സാധിക്കുമെങ്കിൽ കുളിക്കുക, അല്ലെങ്കിൽ ശരീരശുദ്ധിയൊക്കെ വരുത്തുക. അതായത് നിങ്ങളുടെ വീട്ടിലുള്ള ആളുകൾ എഴുന്നേൽക്കുന്നതിനേക്കാൾ മുന്നേ എഴുന്നേൽക്കുക. എന്നിട്ട് ശരീരശുദ്ധിയൊക്കെ വരുത്തി നമ്മൾ ഒരു സ്ഥലത്ത് സ്വസ്ഥമായി ഇരിക്കണം. എന്നിട്ട് നിങ്ങളുടെ മനസ്സിൽ ധാരാളം സങ്കടങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആശങ്കകളുണ്ടെങ്കിൽ, എന്തെങ്കിലും കുറ്റബോധങ്ങളുണ്ടെങ്കിൽ ഒരു ബുക്ക് എടുത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു പേപ്പർ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ അതെഴുതണം. നമ്മൾ പലപ്പോഴും പറയും, നമ്മുടെ മനസ്സിൻ്റെ ഭാരം, ആ ഭാരം കുറയ്ക്കണമെങ്കിൽ മറ്റാരോടെങ്കിലും ഒന്ന് നമ്മുടെ മനസ്സ് തുറന്ന് പറയണം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ ഭാരം കുറയുമെന്ന് ധാരാളം ആളുകൾ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. പക്ഷേ ഒരു കാരണവശാലും മറ്റുള്ള ആളുകളോട് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ മനസ്സിൻ്റെ ഭാരങ്ങൾ, അല്ലെങ്കിൽ അറിയാതെ നിങ്ങൾ എന്തെങ്കിലും തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ, കുറ്റബോധമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അതൊന്നും തന്നെ എത്ര അടുത്ത സുഹൃത്താണെങ്കിൽ പോലും പറയാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. കാരണം മനുഷ്യരാണ്. നമ്മൾ ഇത്രയും കാര്യങ്ങൾ അവരോട് പറയുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഭാരം കുറയുന്നു, പക്ഷേ അവരുടെ മനസ്സിൻ്റെ ഭാരം കൂടുന്നു. അവർ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ ഭാരം മറ്റൊരാളുടെ തലയിലേക്ക് കെട്ടിവെക്കും. കാരണം അവർക്കും അമിതമായി ഈ ഭാരം കൊണ്ടു നടക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും വിശ്വസിക്കുവാൻ പറ്റുന്ന ഒരേ ഒരു സുഹൃത്ത് എന്ന് പറയുന്നത് അത് ഈശ്വരനാണ്. നമുക്കിഷ്ടമുള്ള ദേവതയ്ക്ക് ആ ദേവതയോട് പറയുന്നതായി സങ്കല്പിച്ചിട്ട് നമ്മൾ എഴുതണം. എഴുതാതിരിക്കരുത്. അല്ലെങ്കിൽ എഴുതാൻ അത്ര മടിയാണെങ്കിൽ നിങ്ങൾ ഭഗവാനോട് സംസാരിച്ചു കൊള്ളുക. എങ്കിലും എഴുതുന്നതാണ് ഏറ്റവും ഉത്തമം. കാരണം മടി നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ദോഷങ്ങൾ കൊണ്ടുവന്ന് നൽകും. എഴുതുക. എഴുതി കഴിയുമ്പം നിങ്ങളുടെ മനസ്സിൻ്റെ ഭാരം കുറയും. എന്നിട്ട് ആ പേപ്പർ അങ്ങ് കത്തിച്ച് കളഞ്ഞേക്കണം. എഴുതുന്ന ആ പേപ്പർ ഒരു കാരണവശാലും എങ്ങും സൂക്ഷിച്ചു വെക്കരുത്, കീറിക്കളയരുത്. നിങ്ങളങ്ങ് കത്തിച്ച് കളഞ്ഞേക്കണം. അതിനുശേഷം നിങ്ങളൊരു പേപ്പർ എടുക്കുക, അല്ലെങ്കിൽ ഒരു നോട്ട് ബുക്ക് എടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇല്ലാത്ത കാര്യങ്ങൾ, അതായത് സമ്പത്തില്ല, അല്ലെങ്കിൽ വിദ്യാഭ്യാസമില്ല, അതല്ലെങ്കിൽ നല്ലൊരു കുടുംബജീവിതമില്ല, അങ്ങനെ നമുക്ക് എന്തൊക്കെയാണോ ഇല്ലാത്തത് അതെല്ലാം ആദ്യം അങ്ങ് എഴുതണം. എന്നിട്ട് അതിൻ്റെ അപ്പുറത്തെ പേജിൽ അല്ലെങ്കിൽ അപ്പുറത്തെ വശത്തായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് എന്തെല്ലാമുണ്ട്. സ്വന്തമായിട്ട് ഒരു വീടുണ്ട്, അല്ലെങ്കിൽ ഒരു കാറുണ്ട്, ഭർത്താവുണ്ട്, അമ്മയുണ്ട്, 2 കുഞ്ഞുങ്ങളുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, അങ്ങനെ സൗന്ദര്യമുണ്ട്, അങ്ങനെ നമുക്ക് എന്തൊക്കെയുണ്ടോ അതും നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് എഴുതണം. എന്നിട്ട് നമ്മളൊന്ന് നോക്കണം, ഇല്ലാത്തതാണോ ഉള്ളതാണോ നമുക്ക് കൂടുതലുള്ളത് എന്ന്. തീർച്ചയായിട്ടും
ഇല്ലാത്തതായിരിക്കുകയില്ല കൂടുതലായിട്ടുള്ളത്, നമുക്ക് ഉള്ളത് തന്നെയായിരിക്കും എണ്ണത്തിൽ കൂടുതൽ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? എനിക്ക് ഈ വീട് തന്നതിൽ ഞാൻ ദൈവത്തിനോട് അല്ലെങ്കിൽ പ്രകൃതിയോട് നന്ദി പറയുന്നുവെന്ന് പറയണം. അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നന്ദി പറയണം. ഒന്നുകിൽ ഈശ്വരനോട് നന്ദി പറയണം, അല്ലെങ്കിൽ പ്രകൃതിയോട് നന്ദി പറയണം. അതിനുശേഷം നമുക്കില്ലാത്ത കാര്യങ്ങളെപ്പറ്റി നമ്മളൊന്ന് നോക്കുക. ഇല്ലാത്ത എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇല്ല എന്ന് നമ്മളൊന്ന് നോക്കണം. ഉദാഹരണമായിട്ട് സമ്പത്താണ് നമുക്ക് ഇല്ല. സമ്പത്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സമ്പത്തുണ്ടാക്കാൻ എന്താണ് മാർഗം എന്നുള്ളതിനെപ്പറ്റി നമ്മൾ ആലോചിക്കണം. ഇപ്പോൾ ഒരു വീട്ടിൽ ഭാര്യ ഇങ്ങനെ വീട്ടിൽ ഒരു ജോലിയും ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഭർത്താവ് വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് കുറേ പണം കൊണ്ടുവരുന്നു, വീട് വെച്ചു, മോളെ കെട്ടിച്ചു, അല്ലെങ്കിൽ പല കാര്യങ്ങൾ വന്നു, കടമാണ്. അവിടെ സമ്പത്തുണ്ടാക്കാൻ ആകെ പരിശ്രമിക്കുന്നത് ആര് മാത്രമാണ്? ഭർത്താവ് മാത്രമാണ്. ഭാര്യ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഭാര്യ ചിന്തിക്കണം, എൻ്റെ ഭാഗത്തു നിന്നും ഈ കടങ്ങൾ മാറ്റാനായി എനിക്ക് എന്തു ചെയ്യാൻ സാധിക്കുമെന്ന് അവർ തന്നെ ഒന്ന് ആലോചിച്ചിട്ട് എന്തെങ്കിലും വളരെ ചെറിയ രീതിയിലെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു മാർഗം നിങ്ങൾ തന്നെത്താൻ കണ്ടുപിടിക്കണം. അതല്ലെങ്കിൽ ഒരു മാസം നിങ്ങളുടെ വീട്ടിലേക്ക് ഭർത്താവ് ഒരു 10,000 രൂപ ചെലവിനായി തരുന്നുണ്ടെങ്കിൽ അതിനകത്തു നിന്നും ഒരു 1000 രൂപയെങ്കിലും മിച്ചം പിടിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. 2 പച്ചമുളകിൻ്റെ ഒരു കുഞ്ഞു തൈയെങ്കിലും മേടിച്ച് വെച്ച് ഒരു മാസം നിങ്ങൾക്കാവശ്യമുള്ള പച്ചമുളക് ആ ചെടിച്ചട്ടിയിൽ നിന്ന്, അല്ലെങ്കിൽ ആ പച്ചമുളകിൻ്റെ ആ ഒരു ചെടിയിൽ നിന്ന് നിങ്ങൾക്ക് പറിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പച്ചമുളക് മേടിക്കുന്ന അത്രയും പണമെങ്കിലും നിങ്ങൾക്ക് ഒന്ന് ചുരുക്കാനായിട്ട് പറ്റും. പുറത്തു പോയി ഒന്നും ജോലി ചെയ്യാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ കാര്യങ്ങളൊക്കെ ചെറുതായിട്ടെങ്കിലും ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്പം പറമ്പൊക്കെയുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് കോഴിയെ വളർത്താം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മീനുകളെ വളർത്താം. അങ്ങനെ ചെറിയ ചെറിയ നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഒട്ടും ആരോഗ്യമില്ലാത്ത ആളുകളാണെങ്കിൽ 2 കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒന്ന് പഠിപ്പിക്കുകയെങ്കിലും ചെയ്യാം. അങ്ങനെ അല്ലെങ്കിൽ ഭർത്താവ് കൊണ്ടുത്തരുന്ന പണത്തിനകത്തു നിന്നും നിങ്ങളുടെ ആ സാമർഥ്യം കൊണ്ട് അല്പം പൈസ ഒന്ന് ചുരുക്കി ഒരു ചെറിയ സമ്പാദ്യമെങ്കിലും ഉണ്ടാക്കി വെക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. അങ്ങനെ നമുക്ക് ഇല്ലാത്ത കാര്യങ്ങൾ, ആ കാര്യങ്ങൾ എങ്ങനെ നമ്മുടെ ഭാഗത്തു നിന്നും ഒരു എഫേർട്ട് എടുത്തിട്ട് അതിനെ കുറയ്ക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ആലോചിക്കണം. എന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്യണം. പിന്നെ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം, അതായത് നമ്മളിങ്ങനെ വെളുപ്പിന് എഴുന്നേറ്റ് ചിന്തിക്കുമ്പോൾ നമുക്ക് ഉള്ള സാധനങ്ങളെല്ലാം എന്തൊക്കെ നമുക്കുണ്ടോ അതൊക്കെ നമുക്ക് തന്നതിന് നമ്മൾ ഈശ്വരനോട് നന്ദി പറയുക. ഇല്ലാത്ത കാര്യങ്ങൾ നമ്മളിങ്ങനെ നോക്കിയിട്ട് നമുക്ക് പണമില്ല, നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ പണമില്ലെങ്കിൽ നമ്മൾ മനസ്സിലേക്ക് എന്തു ചെയ്യണം? എനിക്ക് പണം കിട്ടാൻ തുടങ്ങുന്നു, ഞാൻ ഇന്ന ജോലി ചെയ്തിട്ട് എനിക്ക് ആ ജോലിയിൽ നിന്നും ധാരാളം പണം ലഭിക്കാനായി തുടങ്ങുന്നു, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഒരു മിടുക്കുകൊണ്ട് എൻ്റെ ഭർത്താവ് തരുന്ന പണത്തിൽ നിന്നും എനിക്ക് ഇത്ര രൂപ മിച്ചം പിടിക്കാനും അത് ഒരു ചിട്ടിതോ ചേർന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് എനിക്ക് ഇത്ര രൂപ സമ്പാദിക്കാനായിട്ട് പറ്റുന്നു. അല്ലെങ്കിൽ വീടില്ലാത്ത ആളുകളാണെങ്കിൽ ഒരു നല്ല വീട്ടിൽ അവർ ഇരിക്കുന്നതായിട്ട് അവരുടെ മനസ്സിലിങ്ങനെ വിചാരിച്ചിട്ട് എന്നിട്ട് ഭഗവാനോട് പറയണം, ഭഗവാനേ എനിക്ക് ഇത്രയും സമ്പത്ത് അവിടുന്ന് നൽകിയല്ലോ, അതിന് ഞാൻ അവിടുത്തോട് നന്ദി പറയുന്നുവെന്ന് പറയുക. വീടില്ലാത്ത ആളുകളാണെങ്കിൽ ഒരു നല്ല വീട്ടിൽ ഇരിക്കുന്നതായി സ്വപ്നം കണ്ടിട്ട് ഭഗവാനെ ഇത്രയും നല്ല വീട് അവിടുന്ന് എനിക്ക് നൽകിയല്ലോ, ഞാൻ അവിടുത്തോട് നന്ദി പറയുന്നുവെന്ന് പറയുക. അതായത് കിട്ടാത്ത സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടിയതായി നിങ്ങളുടെ മനസ്സിൽ സങ്കല്പിച്ചിട്ട് നിങ്ങൾ ഭഗവാനോട് നന്ദി പറയണം. നന്ദി പറയുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിന്
യാതൊരു ചാഞ്ചല്യം ഉണ്ടാകരുത്. എന്തിനു വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ പറയുന്നത്? അങ്ങനെയുള്ള ചിന്തയൊന്നും നിങ്ങൾക്ക് ഉണ്ടാകരുത്. കാരണം നിങ്ങളുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുകയാണ് ഇതുവഴി ചെയ്യുന്നത്. അതായത് എന്തും നേടുവാൻ, എന്തും നേടിയെടുക്കുവാനുള്ള ഒരു ശക്തി അത് മനസ്സിന് ഉണ്ടാക്കി കൊടുക്കുകയാണ് ഈ ഒരു പ്രവർത്തനത്തിലൂടെ നമ്മൾ ചെയ്യുന്നത്. പിന്നീട് നിങ്ങൾ വളരെ ഊർജ്ജസ്വലയായി നിങ്ങൾ ഈ വെളുപ്പിനെ എഴുന്നേറ്റ് നിങ്ങളിങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ വളരെ ഊർജ്ജസ്വലയാവുകയും നിങ്ങളുടെ കർമ്മങ്ങൾ നിങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യും. അതുവഴി നിങ്ങൾ ഇതുവരെ നിങ്ങൾ സ്വപ്നം കണ്ടിരുന്ന നിങ്ങളുടെ കാര്യങ്ങളെല്ലാം തന്നെ യാഥാർത്ഥ്യം ആവുകയും ചെയ്യും. ഇത് നിങ്ങൾ ദിവസവും പ്രാക്ടീസ് ചെയ്യണം. ഏതൊരു കാര്യം നിങ്ങൾക്ക് ലഭിച്ചാലും നിങ്ങൾ എന്ത് ചെയ്യണം? അതിന് നന്ദി പറയണം. ഭഗവാനെ, എനിക്കിത് തന്നല്ലോ, അതുകൊണ്ട് ഞാൻ അവിടുത്തോട് വളരെയധികം നന്ദി പറയുന്നു എന്ന് നിറഞ്ഞ മനസ്സോടുകൂടി പറയുകയും നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് സാധിച്ചെടുക്കുവാൻ കഴിയും എന്ന് ഉറച്ച് വിശ്വസിച്ചിട്ട് അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നമ്മൾ നടത്തുകയും ചെയ്യണം. തീർച്ചയായിട്ടും പരിശ്രമിക്കാതെ നമുക്ക് ഒന്നും ലഭിക്കുകയില്ല. പക്ഷേ നമ്മുടെ മനസ്സിന് ബലമുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള പ്രവർത്തികളിലൂടെ നമുക്ക് സാധിക്കുന്നത്. അങ്ങനെ നമ്മൾ നിരന്തരം നമ്മളിങ്ങനെ ആഗ്രഹിക്കുകയും ഭഗവാനോട് നന്ദി പറയുകയും അതിനനുസരിച്ചിട്ടുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്യുകയും ചെയ്യുമ്പോൾ, ഇന്നലെ വരെ നമ്മൾ ചെയ്ത കർമ്മങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ഫലമാണോ കിട്ടിക്കൊണ്ടിരുന്നത് അതിൻ്റെ ഇരട്ടി ഒരു ഫലം നിങ്ങളിലേക്ക് ഇങ്ങനെ ഒഴുകി ഒഴുകി വരും. അതായത് നിങ്ങൾ കഴിഞ്ഞ വർഷം 2025 നിങ്ങളൊരു ബിസിനസ് ചെയ്തു. അതിനകത്തുനിന്നും നിങ്ങൾക്ക് ദിവസവും 2000 രൂപയാണ് വരുമാനം കിട്ടിയിരുന്നത് എങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് മനസ്സിനെ നല്ല ബലപ്പെടുത്തി ഭഗവാനോട് നന്ദി പറഞ്ഞ് മുമ്പോട്ട് പോവുകയാണെങ്കിൽ അനാവശ്യമായ വർത്തമാനങ്ങൾക്ക് ചെവി കൊടുക്കാതെയും നാമജപം സ്ഥിരമായി ചെയ്തുകൊണ്ടും സ്ഥിരമായി ഇതുപോലുള്ള മനസ്സിനെ ശക്തിപ്പെടുത്തുന്ന ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം 2000 രൂപയാണ് നിങ്ങൾക്ക് ഒരു ദിവസം കിട്ടിയിരുന്നത് എങ്കിൽ 2026 നിങ്ങൾക്ക് അതൊരു പക്ഷേ 5000-ഓ 10000-ഓ ആക്കി മാറ്റാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കുവാനായിട്ട് സാധിക്കും. അതിനാദ്യം വേണ്ടത് മടി മാറ്റുക, നാമജപം ചെയ്യുക. നമുക്കതിന് സാധിക്കുമെന്നുള്ളത് നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുക, മനസ്സിന് ശക്തി കൊടുക്കുക, നെഗറ്റീവ് ശക്തികളെ ഉപേക്ഷിക്കുക. നമ്മളോട് പലതരത്തിൽ നെഗറ്റീവ് വർത്തമാനങ്ങൾ പറഞ്ഞ് നമ്മുടെ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കാനായി ധാരാളം ആളുകൾ നമ്മുടെ വീട്ടിലും സമൂഹത്തിലും ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക. അവരെ മനസ്സുകൊണ്ട് അവരുടെ വാക്കുകളെ അവഗണിക്കുക. നിങ്ങൾ വിശ്വാസം കണ്ടെത്തുക. നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ കാണിച്ചു കൊടുക്കുക. അങ്ങനെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നെഗറ്റീവ് പറഞ്ഞ ആളുകളെല്ലാവരും നിങ്ങളുടെ അടുത്ത് വരും എന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുക. വഴികൾ നേരെയാകാനും ചിന്തകൾ നേരായ രീതിയിൽ വരാനും നമ്മൾ നിരന്തരം നാമം ജപിക്കണം. നാമം ജപിച്ചാൽ മാത്രമേ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴികൾ അത് ശരിയായ വഴികൾ നമുക്ക് തിരഞ്ഞെടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ ദുഃഖങ്ങൾ ഒന്നും തന്നെ മറ്റാരോടും നമ്മൾ ഷെയർ ചെയ്യരുത്. അത് നമുക്ക് തന്നെ കുറച്ച് കഴിയുമ്പം പാരയായിട്ട് വരും. നിങ്ങളുടെ സങ്കടങ്ങളും പ്രശ്നങ്ങളും എല്ലാം നിങ്ങൾക്ക് ഒരേ ഒരാളോട് മാത്രമേ ഈ ലോകത്ത് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് ഭഗവാനാണ്. ഭഗവാനോട് മാത്രം പറയുക. ഭഗവാന് നിരന്തരം നിങ്ങൾ ഭഗവാനുമായി കമ്മ്യൂണിക്കേഷൻ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശീലമാക്കുക. നിങ്ങൾ എഴുതിക്കൊള്ളുക. അല്ലെങ്കിൽ തീരെ മടിയാണെങ്കിൽ പറഞ്ഞുകൊള്ളുക. എഴുതുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ആ പേപ്പർ എന്ത് ചെയ്യണം? നിങ്ങൾ കത്തിച്ച് കളഞ്ഞേക്കണം. ഒരു കാരണവശാലും അവിടെ ഇവിടെയൊന്നും വെക്കരുത്. നമ്മുടെ ആഗ്രഹങ്ങൾ അതൊന്നും തന്നെ തൽക്കാലം ആ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കുന്നത് വരെ നമ്മൾ കഴിവതും മറ്റുള്ള ആളുകളോട് ഷെയർ ചെയ്യാതിരിക്കുക. ഭഗവാനോട് മാത്രം പറയുക. നമ്മൾ എന്തൊക്കെ നാമങ്ങൾ ജപിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അത്
തൽക്കാലം അതാരോടും പറയണ്ട. ഇങ്ങനെയൊക്കെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് അടുത്ത ദിവസം മുതൽ നിങ്ങൾ വെളുപ്പിന് എഴുന്നേറ്റ് ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ നിർബന്ധമായും ചെയ്യണം. നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഒരു പേപ്പറിൽ എഴുതുക, കിട്ടാത്ത കാര്യങ്ങൾ അതും എഴുതുക. അതിനുശേഷം കിട്ടിയ കാര്യങ്ങൾക്കെല്ലാം നന്ദി പറയുക. കിട്ടാത്ത കാര്യങ്ങൾ അത് കിട്ടിയെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിൽ വിചാരിച്ചിട്ട് എനിക്കിത് തന്നതിന് ഞാൻ നന്ദി പറയുന്നു ഭഗവാനെ എന്ന് പറഞ്ഞ് ഭഗവാനോട് നന്ദി പറയുക. എന്നിട്ട് ആ കിട്ടാത്ത കാര്യങ്ങൾ ഓർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കാതെ, വേറെ ആരെങ്കിലും കൊണ്ടുവന്ന് തന്ന് നമ്മളെ അങ്ങ് രക്ഷപ്പെടുത്തും എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കാതെ, നമ്മളാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് ചിന്തിച്ച് നമുക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. അതിൻ്റെ ഫലം നമുക്ക് വേഗം കിട്ടും. അല്ലാതെ എനിക്കിനി ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല, ഞാൻ പെട്ടുപോയി, ഇനി അങ്ങ് മരിച്ചാൽ മതി, എങ്ങനെയെങ്കിലും കുറച്ച് കാലം കൂടി ഇങ്ങനെ ഉന്തിയും തള്ളിയും ഒക്കെ ജീവിക്കണം, എന്നിട്ട് വല്ല കാശിയിലെങ്ങാനും പോകണം, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ നിങ്ങൾ ഉപേക്ഷിക്കുക. നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കും. എനിക്ക് ചെയ്യാൻ സാധിക്കും, എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക. ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും. 2 കോഴിയെങ്കിലും വളർത്തി 2 മുട്ടയെങ്കിലും എടുത്ത് ആളുകൾക്ക് കൊടുത്ത് കാശ് മേടിക്കാൻ പറ്റും. അല്ലെങ്കിൽ 2 പച്ചക്കറി തൈ നട്ടിട്ട് 2 മുളകെങ്കിലും അതിനകത്തുനിന്ന് പറിച്ചെടുത്ത് ഒരു മാസം പച്ചമുളക് മേടിക്കുന്നതിൽ നിന്നും, നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചമുളക് അത് മേടിക്കുന്നതിൽ നിന്നും ആ പൈസയെങ്കിലും എനിക്ക് സേവ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. മതി, അത്രയും മതി. ഒരു 50 രൂപയായിരിക്കും, ഒരു 100 രൂപയായിരിക്കും, അല്ലെങ്കിൽ ഒരു 1000 രൂപയായിരിക്കും. ഇപ്പോൾ നമ്മൾ പച്ചമുളക് നടന്നു. അങ്ങനെ പച്ചമുളക് നമ്മൾ സ്ഥിരമായി പറിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്ത് തോന്നും, ഒരു തക്കാളി തൈ കൂടെ നടാം എന്ന് നമുക്ക് തോന്നും. പിന്നെ നമ്മൾ വിചാരിക്കും ഒരു വെണ്ട തൈ കൂടെ നടാം. അങ്ങനെ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ അതെങ്കിലും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന ആ പണം, അതായത് കടയിൽ പച്ചക്കറി മേടിക്കാനായിട്ട് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ പണം, അത് നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. എന്തെങ്കിലും ഒരു സമ്പാദ്യം അത് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും. ഒന്നുമില്ലെങ്കിലും അമ്പലത്തിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് തോന്നുമ്പോൾ, നിങ്ങളുടെ കയ്യിൽ ഒരു 500 രൂപയെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ, ഒന്നുമില്ലാതിരുന്ന നിങ്ങളുടെ കയ്യിൽ ഒരു 500 രൂപ നിങ്ങളുടെ സ്വന്തം അധ്വാനം കൊണ്ട് നിങ്ങൾക്കുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിജയിച്ചു. അതുപോലെ വലിയ വലിയ സ്വപ്നങ്ങൾ അത് നിങ്ങൾ കാണുക, അതിലേക്ക് നിങ്ങൾ പരിശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് 2026 എന്ന വർഷം നമ്മുടേതാണ്, വിജയിക്കുവാൻ വേണ്ടി ഉള്ള വർഷമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് നിരന്തരം നാമം ജപിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുക. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. ഭഗവാൻ തീർച്ചയായും നിങ്ങളെ അനുഗ്രഹിക്കും. ഹരേ കൃഷ്ണ.